സംഭവമാണ് ഇവിടെ നടക്കുന്നത്. കേരളം സംഘടിപ്പിച്ച ഈ പരിപാടി മറ്റുള്ള പ്രദേശങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റിയ പരിപാടി തന്നെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ഈ കാണുന്ന ദൃശ്യം കോളിമാട് എന്ന് പറയുന്ന സ്ഥലത്ത് KNM നടത്തിയ ഒരു സൗഹൃദ സംഗമമാണ്. ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് SMFൻ്റെ അഥവാ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ള ആളുകളാണ്. നമ്മൾ മനസ്സിലാക്കണം, സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിൻ്റെ ക്യാമ്പ് ബഹിഷ്കരിച്ച കൂളിമാട് മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ അടക്കം ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പായൂർ റേഞ്ചിൽ നിശ്ചയിച്ചിരുന്ന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ആ ക്യാമ്പയിൻ മുടക്കിയ ആളുകളാണ് ഇവർ. ഒരു മഹലിൽ നിന്ന് സമസ്തയെ വെട്ടിമാറ്റിയാൽ പിന്നെ അവിടെ വരാൻ പോകുന്ന അവസ്ഥ എന്താണ് എന്ന് ഇതിൽ നിന്ന് എല്ലാവർക്കും പാഠമാണ്. മാത്രമല്ല, എന്തുകൊണ്ടാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ മാനുവലിൽ തിരുത്തു വരുത്തി അതിനെ സുഹാബി മഹല്ല് ഫെഡറേഷനാക്കി മാറ്റിയപ്പോൾ ഇവർക്ക് വേണ്ട ആളുകളെ അതിലേക്ക് തിരികെ കയറ്റി അതിനെ സുന്നിയിൽ നിന്ന് സുഹാബിയിലേക്ക് കൊണ്ടുപോയപ്പോൾ നമ്മൾ പ്രതികരിച്ചത് എന്നും ഇത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പറഞ്ഞത് എന്നതിൻ്റെയും ഏറ്റവും പ്രകടമായ ഒരു സ്ഥിതിവിശേഷമാണ്, പ്രത്യാഘാതമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂട്ടത്തോടെ KNMൻ്റെ സൗഹൃദ സംഗമത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇതൊന്നും ഇവർക്കൊരു വിഷയമല്ലാത്ത കാര്യമാണ്. ഇവർക്ക് പ്രധാനം രാഷ്ട്രീയമാണ്. മതപരമായ കാര്യങ്ങളിൽ, ആദർശ വിഷയങ്ങളിൽ എന്തു തന്നെ ആയാലും അപ്പോൾ തനി രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വോട്ടിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾ അവർ വിരിക്കുന്ന ഏത് പായയിൽ പോയി കിടക്കാനും ഇവർ തയ്യാറാണ്. നോക്ക്, നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം എന്താണോ അതിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് തുള്ളുകയാണ് ഇവർ ചെയ്യുന്നത്. അവിടെ അത് ബഹിഷ്കരിക്കുകയോ ആ പരിപാടി ക്ഷണം സ്വീകരിക്കാതിരിക്കുകയോ ചെയ്താൽ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ ആഘാതവും നഷ്ടവും വരും എന്ന് വിചാരിച്ചിട്ടാവണം ഇവരതിൽ പങ്കെടുത്തിട്ടുള്ളത്. അവിടെ ഇവരുടെ മതപരമായ സംഘടന അല്ലെങ്കിൽ ഇവരുടെ മതപരമായ പ്രത്യയശാസ്ത്രം, പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നിവർ ചിന്തിക്കുന്നില്ല. അത് ചിന്തിക്കേണ്ട ആവശ്യം ഇവർക്കില്ല. കാരണം ഇവരുടെ പരമമായ ലക്ഷ്യം ഇവരുടെ വോട്ട് ബാങ്കാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് നയം സ്വീകരിക്കാനും ഇവർ തയ്യാറാണ്. നേരെ മറിച്ച് ആദർശത്തിൻ്റെ കാര്യത്തിൽ എന്ത് വിട്ടുവീഴ്ചക്കും ഇവർ തയ്യാറാണ് എന്നുള്ളതാണ്. ഇത് ഞാൻ വെറുതെ പറയല്ല. ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഖാദർ മാസ്റ്റർ, ഷുക്കൂർ മാസ്റ്റർ, ബീരാൻകുട്ടി ഹാജി, TC റഷീദ് തുടങ്ങിയ ആളുകൾ ഈ സുഹാബികളുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. മാത്രമല്ല, അവിടുത്തെ മഹല്ല് കമ്മിറ്റിയിലെ അഹമ്മദ് കുട്ടി, CA ഷുക്കൂർ, മജീദ് തുടങ്ങിയ ആളുകൾ ഈ KNMൻ്റെ സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദികൾ സുഹാബി നളന്ത നേതാക്കൾ മാത്രമാണ്. ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ മാനുവൽ തിരുത്തിയിട്ട് ഇത്തരം ആളുകളെ, സമസ്തക്കാരെ മാറ്റി നിർത്തിയിട്ട് ഇത്തരം ആളുകളെ തിരികെ കയറ്റി അതിൻ്റെ പ്രത്യാഘാതം ഇതാണ് എന്ന് കൃത്യമായിട്ട് ഇവർ തെളിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇവരുടെ സ്റ്റേറ്റ് നേതാക്കൾ പോലും ഇത്തരം കാര്യങ്ങളിൽ ഇവർക്ക് സപ്പോർട്ടാണ്. കാരണം അവരിൽ നിന്നാണല്ലോ ഇവർ പഠിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയെ സ്ഥാപനത്തിൽ വിളിച്ചു വരുത്തുക, മുജാഹിദ് പോലുള്ള ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പോലുള്ള ആളുകളുടെ പരിപാടിയിൽ പങ്കെടുക്കുക, അവരുടെ സ്ഥാപനങ്ങൾ പോയി പ്രസംഗിക്കുക, അതിന് ഹുദവി പണ്ഡിതന്മാരെ പ്രത്യേകം നിയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ ചെയ്യുന്നുണ്ട് എന്ന നിലയ്ക്ക് ജില്ലാ കമ്മിറ്റിക്ക് എന്താണ് ചെയ്താൽ എന്ന് ചോദ്യം ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് ഉത്തരമില്ല. അപ്പോൾ ഈ തരത്തിൽ സമസ്ത ഒരു സ്ഥലത്തു നിന്ന് ഇവർ ആ സമസ്തയുടെ സമ്മേളന ക്യാമ്പ് പോലും ബഹിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന പ്രത്യാഘാതം ഇതാണ് എന്ന് ഉണർത്താനാണ് ഞാനിത് പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ മുഷാവറയിൽ ഒരു ജില്ലാ കമ്മിറ്റി അംഗം, SMFൻ്റെ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം മുജാഹിദിൻ്റെ ഏതൊരു പരിപാടിയിൽ പങ്കെടുത്തതിനെ സംബന്ധിച്ച് ചർച്ച വരികയും സുന്നി മഹല്ല് ഫെഡറേഷന് സമസ്ത ശക്തമായ താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്.
അയാൾക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് സമസ്ത ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു നടപടി ഉണ്ടായത് ആരെങ്കിലും കേട്ടോ? ഒരിക്കലും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, നടപടിയെടുക്കാൻ ഇവർക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇവർ തന്നെ അത്തരം പ്രവണതകളുടെ ബാക്കി പത്രങ്ങളാണ്. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കുക? ഇതൊക്കെയാണ് നമ്മൾ ആശങ്കപ്പെട്ടത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ആശങ്കപ്പെട്ട കാര്യം എന്താണോ അത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മാനുവൽ തിരുത്തിയത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? അതിൻ്റെ കാരണം ഇതാ, ഇവിടെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അത് പുറത്തു വരുമെന്ന് നമ്മൾ പറഞ്ഞത് ഇവിടെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നേതൃത്വം ഇതിനെ വളരെ ഗൗരവത്തോടുകൂടെ എടുത്തിട്ടില്ല എങ്കിൽ ഇനി ഓരോ പ്രദേശങ്ങളിലും ഇവർ ഈ സങ്കര ഇസ്ലാമിനെ, ഒരു ജനറൽ ഇസ്ലാമിനെ കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് ഈ സുഹാബി മഹല്ല് ഫെഡറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ജനങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ ഓരോ മഹല്ലിലും ഇവരുമായിട്ട് സഹകരിക്കുന്ന കാര്യത്തിൽ ആളുകൾ, വിശിഷ്യ സമസ്തയുടെ പ്രവർത്തകർ ജാഗ്രത പാലിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രത്യേകം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ മുജാഹിദ് ഏതാണെന്ന് വെച്ചാൽ മർക്കസുദ്ദാവ വിഭാഗമാണ്, KNMൻ്റെ മർക്കസുദ്ദാവ വിഭാഗം. അതായത് ശരിക്ക് മറ്റ് മുജാഹിദുകൾ പറയുന്നതനുസരിച്ച് ഇവർ മുർത്തദ്ദുകളാണ് എന്നാണ് മറ്റ് മുജാഹിദുകൾ പോലും പറയുന്നത്. അതായത് സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് നിരവധി ഹദീസുകൾ അത് ലഈഫാണ് എന്ന് പറഞ്ഞ് തള്ളിയ വിഭാഗമാണ് ഇവർ. 3000-ഓളം ഹദീസുകൾ ഇവർ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്, ഇവർ തള്ളിയിട്ടുണ്ട് എന്നാണ് ഫൈസൽ മൗലവി തന്നെ പറഞ്ഞത്. മാത്രമല്ല ഖുർആൻ വളരെ നസ്സായി പറഞ്ഞ പല കാര്യങ്ങളെയും നിഷേധിക്കുന്ന, നമ്മളാ ഭാഷ മുർത്തദ് എന്ന ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിലും അവരുടെ മറ്റുള്ള കക്ഷികൾ മുർത്തദ്ദുകളാണ് എന്ന് പറഞ്ഞ് സിഹർ നിഷേധിക്കുന്ന, കണ്ണേറിനൊക്കെ നിഷേധിക്കുന്ന, അതായത് പിശാചുക്കളിൽ പോലും വിശ്വാസമില്ലാത്ത, പിശാചുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ബാക്ടീരിയകളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ മർക്കസുദ്ദാവ വിഭാഗം. അപ്പോൾ അവരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന ഗൗരവം നിങ്ങൾ ആലോചിക്കണം. അതിൽ ഈ മഹലിൻ്റെ കാരണവന്മാർ അല്ലെങ്കിൽ ഈ സുന്നി മഹൽ ഫെഡറേഷൻ്റെ സാരഥികൾ അതിൽ പോയി പങ്കെടുക്കുമ്പോൾ പുതിയ തലമുറ ഇവരെ മാതൃകയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പാപഭാരം പേറേണ്ടത് ഈ ഷാഫിയാജിയെ പോലുള്ള, ഈ നാസർ ഫൈസി കൂടത്തായിയെ പോലുള്ള, അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലുള്ള ആളുകളായിരിക്കും എന്നത് ഓർക്കുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ആഭിമുഖ്യത്തിൽ സിറാത്തുൽ മുസ്തഖീം എന്ന പേരിൽ ആദർശ സംഗമം സംഘടിപ്പിച്ചപ്പോൾ അതാണ് ഇവർ മുടക്കിയത് എന്നത് കൂടി ഓർക്കണം. സമസ്തൻ്റെ ആദർശ സംഗമം എന്നിട്ടാണ് ഇവർ മുജാഹിദ് പരിപാടിയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ തികച്ചും ഇവരെ സുഹാബി മഹല്ല് ഫെഡറേഷൻ എന്ന് വിളിക്കുന്നതാണ് ഇനി മുതൽ അഭികാമ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു മഹല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു മഹല്ലിലെ സുന്നി മഹല്ല് ഫെഡറേഷൻ ആണെങ്കിൽ അതിൻ്റെ സാരഥികളായി വരുന്ന ആളുകൾക്ക് ആ മഹല്ലിൻ്റെ തേങ്ങയുടെ എണ്ണം എടുക്കുക മാത്രമല്ല അവരുടെ പണി, ആ മഹല്ലിലെ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിന് കാവൽ നിൽക്കുക കൂടി അവരുടെ ഉത്തരവാദിത്തമാണ്. സിൻഫാനി മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് 2 വിഭാഗം ആളുകൾ, ഇതാ സ്വലഹ, അവർ 2 കൂട്ടരും നന്നായാൽ സ്വലഹന്നാസു കുല്ലുഹും, ജനങ്ങളെല്ലാം നന്നായി. വൈദാ ഫസദ, അവർ ഫസാദായാൽ ഫസദന്നാസു കുല്ലുഹും, അവരെല്ലാവരും ഫസാദായി എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഇവിടെ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്. മഹത്തായ ലക്ഷ്യത്തോടുകൂടെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അടക്കം സാത്വികരായ പണ്ഡിതന്മാർ രൂപീകരിച്ച ഈ സുന്നി മഹല്ല് ഫെഡറേഷനെ ഇതിലൂടെ വഞ്ചിക്കുക വഴി നിരവധി സുന്നി വിശ്വാസധാരയിലുള്ള ആളുകളെ കൂടിയാണ് ഇവർ വഞ്ചിച്ചിരിക്കുന്നത്, ഒരു പ്രസ്ഥാനത്തെയാണ് വഞ്ചിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഓരോരുത്തരും അവനവൻ്റെ നേതൃത്വത്തെക്കുറിച്ച് ബോധവാന്മാരാവണം. കഴുകനെ ഇമാമാക്കിയാൽ ശവത്തിലേ എത്തൂ എന്ന് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് പറയാറുണ്ട്. അതേ ഒരു അവസ്ഥയാണ് ഇന്ന് സുഹാബികൾക്ക് വന്നുപെട്ടിട്ടുള്ളത് എന്ന്
വളരെ ഖേദത്തോടുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ട് അപകടകരമായ ചേരികൾ നമ്മുടെ സമുദായത്തിനകത്ത് കേരളീയ മുസ്ലിം സമൂഹത്തിൽ രൂപപ്പെട്ടു. എന്താണ് ഒരു വിഭാഗം പറഞ്ഞു, ഇന്ത്യയെ പോലെയുള്ള കേരളത്തെ പോലെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും ഒരുമിച്ച് ജീവിക്കുന്ന ഈ നാട്ടിൽ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാനും മരിക്കാനും കഴിയില്ല. അതുകൊണ്ട് ശുദ്ധമായ ഇസ്ലാമിക പ്രകൃതത്തിൽ ജീവിക്കാനും മരിക്കാനും ഈ നാട്ടിൽ നിന്ന് ഹിജറ പോകണമെന്ന് പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അത്തരം ക്ലാസുകൾ നടത്തി, അത്തരം പ്രചാരണങ്ങൾ നടത്തി, അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതി, ആ പുസ്തകങ്ങൾ വായിച്ച്, അത് കേട്ട്, അത് പഠിച്ച്, അതാണ് യഥാർത്ഥ ഇസ്ലാം, യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ഇനി അതുമാത്രമാണ് വഴി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പാവപ്പെട്ട നൂറുകണക്കിന് ചെറുപ്പക്കാർ കുടുംബസമേതം കേരളത്തിൽ നിന്ന് ഹിജറ പോയി എന്നുള്ളത് ഈ രാജ്യത്ത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടാണ്. അതിന്റെ സ്ഥിതിവിവര കണക്കുകൾ സർക്കാർ സംവിധാനം പുറത്തുവിട്ടിരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇവിടെ സഹോദര സമുദായങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളുമായി ചേർന്നുകൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പാരമ്പര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ, ആ പാരമ്പര്യത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഇതേപോലെ സാമുദായിക സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന നാട്ടിൽ ഇവിടെ ജീവിച്ചാൽ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഹിജറ പോകണമെന്ന് വാദിക്കുന്ന, അതിനുവേണ്ടി പ്രബോധനം ചെയ്യുന്ന, അങ്ങനെ ക്ലാസ് എടുക്കുന്ന, ആ ക്ലാസ് കേട്ടുകൊണ്ട് ആളുകൾ ഇവിടെ നിന്ന് ഹിജറ പോകുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ ഉത്തരവാദിത്ത ബോധമുള്ള മതസംഘടന എന്ന നിലയിൽ സമസ്തക്കും അതിന്റെ പോഷക സംഘടനക്കും ബാധ്യതയുണ്ട്. അതുമായി മുസ്ലിം സമുദായത്തെ ബന്ധപ്പെടുത്തരുത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത് പറയാൻ നമ്മൾ ആദർശ സമ്മേളനം നടത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ സംഭവിക്കാവുന്നത്, ഇസ്ലാമിന്റെ പേരിൽ ഇത്തരം തെറ്റായ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം മുസ്ലിം സമുദായം അംഗീകരിക്കുന്നതാണ്, ഇവിടുത്തെ ഔദ്യോഗിക പണ്ഡിതന്മാർ അംഗീകരിക്കുന്നതാണ്. ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ സാത്വികരായ പണ്ഡിതന്മാരും പണ്ഡിത സഭകളുമൊക്കെ ഈ വൃത്തികേടുകൾ അംഗീകരിക്കുന്നവരാണെന്ന് ഇവിടുത്തെ സഹോദര സമുദായത്തിൽപ്പെട്ടവർ തെറ്റിദ്ധരിച്ചാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? ഈ സമുദായത്തിന്റെ വിശ്വാസ്യത ചോർന്നു പോകുന്ന, നമ്മുടെ നാടിന്റെ സാമുദായിക സൗഹാർദ്ദം തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും അത് ഈ സമുദായത്തോട് തുറന്നു പറയേണ്ട ബാധ്യത നമ്മുടെ സമുദായത്തിനുണ്ട്, സംഘടനക്കുണ്ട്. ഇന്നും അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, സലഫി ആശയത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടവർ കേരളത്തിൽ ഇന്നുമുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയാണ് ആദർശ സമ്മേളനങ്ങളിലൂടെ ഈ പരമാർത്ഥം സമൂഹത്തോട് തുറന്നു പറയുന്നത്. രണ്ടാമത് കേരളത്തിൽ രൂപപ്പെട്ട ചേരി ഏതാണ്? അബൂബക്കർ ബഗ്ദാദി ലോകത്ത് രൂപീകരിക്കപ്പെട്ട ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭീകര സംഘടന, ലോകത്തെ നൂറുകണക്കിന് പണ്ഡിതന്മാർ ആ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമികമല്ല, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, ഇസ്ലാം അംഗീകരിക്കുന്ന പ്രവർത്തനമല്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചതാണ്. ആ സംഘടനയിലേക്ക് കേരളത്തിലെ സലഫി ആശയത്തെ പ്രചോദനം ഉൾക്കൊണ്ട ആളുകൾ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കുടുംബസമേതം അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും പാകിസ്ഥാനിലേക്കും ഇവിടുന്ന് പോയി അവിടെ വെച്ചുകൊണ്ട് സ്ഫോടനത്തിൽ മരണപ്പെട്ടു എന്ന് എംബസി മുഖേന കുടുംബങ്ങൾക്ക് വിവരം കിട്ടുന്നു, പത്രവാർത്തകൾ വരുന്നു. നാം പരിശീലിച്ചറിയേണ്ട കാര്യം, ഇവിടെ നിന്ന് ഇസ്ലാമിക ഖിലാഫത്ത് രൂപീകരിക്കാൻ വേണ്ടിയിട്ട്, സ്ഫോടനത്തിൽ മരണപ്പെട്ട് ഷഹീദാകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ചെറുപ്പക്കാർ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സലഫി ആശയക്കാർ കേരളത്തിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് കണ്ണും പൂട്ടി ഇരുന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ഇസ്ലാമിന്റെ പേരിൽ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും ശരിവെക്കുന്നവരാണ് ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാരെന്ന് ഇവിടുത്തെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ സമാധാനത്തെ അത് ബാധിക്കും, നമ്മുടെ നാടിന്റെ സമാധാനത്തെ അത് ബാധിക്കും, ഇവിടുത്തെ സ്വൈര ജീവിതത്തെ അത് ബാധിക്കും, ഇവിടുത്തെ സ്ഥാപനങ്ങളെ അത് ബാധിക്കും, ഈ നാടിന്റെ സാമുദായിക സൗഹാർദ്ദത്തെ ബാധിക്കും. മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു മർക്കദ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാം വാർഷിക മഹാസമ്മേളനത്തിൽ നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ പ്രഭാഷണത്തിൽ പറഞ്ഞു, കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണമെങ്കിൽ എന്നല്ല, കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ നിലനിൽക്കണം. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംരക്ഷിക്കപ്പെടണം. ഒരു വല്ലാത്ത വാചകമാണത്. കേരളത്തിലെ മുസ്ലിം സമുദായം നിലനിൽക്കണമെങ്കിൽ എന്നല്ല പറഞ്ഞത്, കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണമെന്നല്ല പറഞ്ഞത്, കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ നിലനിൽക്കണം. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ നിലനിൽക്കണമെങ്കിൽ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. എന്താണ്
അതിന്റെ കാരണം സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയാദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാമുദായിക സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് എന്റെ അയൽവാസിയായ മുസ്ലിമിനെ അവൻ ഹിന്ദുവാണെന്ന കാരണത്താൽ ക്രിസ്ത്യാനിയാണെന്ന കാരണത്താൽ അവനെ മാറ്റി നിർത്താതെ അവനെ ചേർത്ത് പിടിക്കുന്ന യഥാർത്ഥ ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാം എങ്ങനെയാണെന്ന് ജീവിച്ചു കാണിച്ചു കൊടുത്തവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ. സ്വാഭാവികമായി മതവിദ്വേഷ പ്രചാരണം നടന്നുകൊണ്ട് ഇസ്ലാമിനെതിരെ തെറ്റായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് വർഗീയത തഴച്ചു വളരുന്ന കാലത്ത്, മുസ്ലിം സമുദായത്തെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന്, യഥാർത്ഥ ഇസ്ലാമിക ജീവിതം എന്താണെന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ യഥാർത്ഥ ഇസ്ലാമിനെ ഈ സമൂഹത്തിന് മുമ്പിൽ വരച്ച് കാണിച്ച് ജീവിച്ചു കാണിച്ച് പ്രബോധനം ചെയ്തിട്ടുള്ള കേരളത്തിലെ ഇന്നും വിശുദ്ധിയോടുകൂടി നിലനിൽക്കുന്ന ഏക മതപണ്ഡിത സഭ, അത് 100ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. ഈ മുഖവൈരോടുകൂടി 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഇത്തരത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് പല രീതിയിൽ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ബിദഅി ആശയങ്ങളെ പ്രതിരോധിക്കാനും വേണ്ടി പഴയ കാലങ്ങളിൽ നിന്ന് ഭിന്നമായി വ്യത്യസ്തമായ കുതന്ത്രങ്ങളിലൂടെ ബിദഅി ആശയങ്ങൾ കടന്നു വരുമ്പോൾ അവരെ പ്രതിരോധിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. സമസ്തയുടെ പോഷക സംഘടനയുടെ ഭാരവാഹികൾക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്, മഹല്ല് ഭാരവാഹികൾക്ക് ഉത്തരവാദിത്വമുണ്ട്, മദ്രസ ഭാരവാഹികൾക്ക് ഉത്തരവാദിത്വമുണ്ട്, രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്, വിദ്യാർത്ഥികൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ദർസുകളിലും സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു നാടിൽ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു വിദഗ്ധകാരൻ വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ, അവന്റെ ഒരു പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് മറുപടി പറഞ്ഞാൽ താൽക്കാലികമായെങ്കിലും ആ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് എല്ലായിടങ്ങളിലും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എവിടെയാണ് ബിദഅത്തിന്റെ ആശയങ്ങൾ ഏത് തലത്തിലാണ് നുഴഞ്ഞു കയറിയിട്ടുള്ളത് എന്ന് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ഈ കാലത്ത് സ്വാഭാവികമായും ഈ ബിദഅി പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കേണ്ട, ആ പ്രതിരോധം ശക്തിപ്പെടുത്തേണ്ട കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എസ്കെഎസ്എഫുകാരും സമസ്തയിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഇപ്പോൾ സുന്നത്ത് ജമാഅത്ത് ഒരു 110 തലത്തിലേക്ക് എത്തിയതല്ല. അടിസ്ഥാനപരമായി അത്തരം പ്രതിരോധ മാർഗങ്ങൾ ശക്തിപ്പെടുത്തേണ്ട കാലത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരാശയം, നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലം, ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങി നിൽക്കുന്ന കാലം, വഖഫ് ഭേദഗതി നിയമം നടപ്പാക്കാനിരിക്കുന്ന കാലം, പൗരത്വ ഭേദ നിയമം പാസാക്കപ്പെട്ട കാലം, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ 2ാം കിട പൗരന്മാരായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ സുന്നി മുജാഹിദും ജമാഅത്തും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടിങ്ങോട്ടും തർക്കിക്കേണ്ട സമയമല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ബിദഅി ആശയ പ്രതിരോധത്തെ നിർവീര്യമാക്കിക്കൊണ്ട് ഒരു സങ്കര സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സങ്കര സംസ്കാരത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് യഥാർത്ഥ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസങ്ങൾക്ക്, ആചാരങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക് വലിയ തോതിലുള്ള അപജയങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സങ്കര സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പലയിടങ്ങളിൽ നിന്നും ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ജാഗ്രതയോടുകൂടി അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മുടെ മദ്രസകളിലൂടെ, നമ്മുടെ ദർസുകളിലൂടെ, നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ, നമ്മുടെ പ്രഭാഷണങ്ങളിലൂടെ, നമ്മുടെ രചനകളിലൂടെ ഏതെല്ലാം തലങ്ങളിലൂടെയാണ് ഈ ബിദഅി ആശയങ്ങൾ നുഴഞ്ഞു കയറുന്നതെങ്കിൽ അതിനെ കൃത്യമായി പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ഒന്നുണ്ട്. നേരത്തെ വാക്കോട് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ചില ബിദഅി പ്രസ്ഥാനത്തിന്റെ സ്വഭാവം മണക്കുന്ന അത്തരത്തിലുള്ള ചില പ്രവണതകൾ കൊണ്ട് തുടങ്ങുന്ന ചില അപകടകരമായ കാര്യങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസത്തിൽ പടുത്തുയർത്തപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ കടന്നു വന്നപ്പോ സ്വാഭാവികമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൽ ഇടപെടേണ്ടത് സമസ്തയുടെ ബാധ്യതയാണ്. അതിനുവേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത്, അതിനുവേണ്ടിയാണ് സമസ്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ മേൽവിലാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ അത്തരത്തിലുള്ള ആശയത്തിന്റെ ലാഞ്ചന പോലും ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സമസ്ത അതിൽ ഇടപെടും. സ്വാഭാവികമായും അത്തരത്തിലുള്ള ചില തീരുമാനങ്ങളിലേക്ക് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് കടന്നു വരേണ്ടി വന്നു. നമുക്കറിയാം, CAC-യുമായി ബന്ധപ്പെട്ട വിഷയം വിശദമായിട്ട് ഇവിടെ പറഞ്ഞു. ഞാൻ ഇവിടെ പറയാത്ത അതിന്റെ മറ്റൊരു കാര്യം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.
നമ്മൾ അറിയേണ്ടത്, ആ സംവിധാനം തുടങ്ങുന്ന കാലത്ത്, വർഷങ്ങൾക്ക് മുമ്പ് ആ സംവിധാനം തുടങ്ങുന്ന കാലത്ത് അന്നത്തെ പത്രകോളങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പരസ്യവാചകം ഉണ്ടായിരുന്നു. ആ പരസ്യത്തിന്റെ ഏറ്റവും മുകളിലത്തെ ക്യാപ്ഷൻ എന്തായിരുന്നു? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ്. നിങ്ങൾ ആലോചിക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ പരിചയപ്പെടുത്തിയാൽ അത് വായിക്കുന്ന രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മഹല്ല് ഭാരവാഹികളും എന്താണ് ചിന്തിക്കുക? പോയി ചേർക്കാം, നമ്മുടെ പള്ളിയിൽ ഉത്ബോധനം നടത്താം, നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ് പാസ്സായ പരമാവധി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവിടെ കൊണ്ടുപോയി ചേർക്കാം. കാരണം എന്താണ്? സമസ്തയുടെ മുഷാവർ അംഗീകരിച്ച സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാഠ്യപദ്ധതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ ചേരാൻ വേണ്ടി പോയി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ചേർന്നു. സ്വാഭാവികമായും സമസ്തയുടെ തണലിൽ വളരുന്ന, സമസ്തയുടെ മേൽവിലാസത്തിൽ വളരുന്ന, സമസ്തയുടെ പേരിൽ വളരുന്ന ഒരു സംവിധാനമായതുകൊണ്ട് വളരെ പെട്ടെന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാൻ തുടങ്ങുന്നു. സ്ഥാപനങ്ങൾ വളർന്നു വരുന്നതാകുന്നു. പുതിയ പുതിയ ഓഫ് ക്യാമ്പസുകൾ വരുന്നു. ഒരുപാട് ബ്രാഞ്ചുകൾ വരുന്നു. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിൽ വലിയ സ്വാധീനവും അംഗീകാരവും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ വളരെ കുതന്ത്രത്തിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അതിന്റെ ഭരണപരമായിട്ടോ അക്കാദമികപരമായിട്ടോ ഒരു നിയന്ത്രണവും ഇല്ലാത്ത വിധം ആ അധികാരങ്ങളെല്ലാം വെട്ടിമുറിക്കൊണ്ട് ഒരു സ്വതന്ത്ര ബോഡിയാക്കി മാറ്റാനുള്ള ഗൂഢമായ പദ്ധതി തയ്യാറാക്കി അത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ തുടങ്ങി. അത് സ്വാഭാവികമായും നമ്മുടെ ആദരണീയരായ ഉസ്താദുമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ അവരതിൽ ഇടപെട്ടു. അതിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. അത്തരം ആ സമസ്തയുടെ മേൽവിലാസത്തിൽ പടുത്തുയർത്തപ്പെട്ട സംവിധാനത്തിന് സമസ്തക്ക് അവിടെ ഇടപെടാൻ ഒരു റോളുമില്ലാത്ത വിധം ഭരണഘടന ഭേദഗതി ചെയ്യുന്ന അപകടകരമായ കാഴ്ച നമ്മൾ കണ്ടു. ആ കാര്യം ഇവിടെ പല ആളുകളും തുറന്നു പറഞ്ഞപ്പോ, അത്തരം കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടപ്പോ പലപ്പോഴും അത്തരം കാര്യങ്ങൾ അത് വിശ്വസിക്കാൻ പലർക്കും പ്രയാസമുണ്ടായി. അതൊരിക്കലും ഉണ്ടാവില്ല. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നിയന്ത്രണമില്ലാത്ത, സമസ്തക്ക് ഇടപെടാൻ അവകാശമില്ലാത്ത അത്തരമൊരു സംവിധാനത്തിലേക്കൊന്നും ഒരിക്കലും അത് പോകില്ല എന്ന ധാരണയായിരുന്നു പല ആളുകൾക്കും ഉണ്ടായിരുന്നത്. അവസാനം അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ തന്നെ പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഇത് സ്വതന്ത്രമായ ഒരു എന്റിറ്റിയാണ്, ഇത് സ്വന്തം എന്റിറ്റിയാണ്, സമസ്തക്ക് ഇവിടെ റോളില്ല. സമസ്തക്ക് ഇവിടെ റോളില്ല എന്ന വാചകം മാത്രമല്ല പറഞ്ഞത്, സമസ്തക്കാർക്ക് ഇവിടെ റോളില്ല എന്ന് പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സമസ്ത എന്ത് ചെയ്യണം? നിങ്ങൾ ആലോചിക്കണം. സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിന്റെ തണലിൽ വളരുന്ന ഒരു സംവിധാനമാണെന്ന് ധരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഭൂമി സ്വത്തുകൾ വഖഫ് ചെയ്തുകൊണ്ട് സംഭാവന കൊടുത്ത് സ്വന്തം മക്കളെ പഠിക്കാൻ പറഞ്ഞയച്ചിട്ട് ഒരു വിദ്യാഭ്യാസ സംവിധാനം വളർന്ന് പന്തലിച്ച് അത് ഏകദേശം വളർന്ന് പന്തലിച്ച് അതൊരു നിർണായകമായ ഘട്ടത്തിലെത്തിയപ്പോ അതിന് നേതൃത്വം കൊടുക്കുന്നയാൾ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയുന്നു, ഇവിടെ സമസ്തക്ക് റോളില്ല, സമസ്തക്ക് അവകാശമില്ല, ഇത് സ്വതന്ത്രമായ ഒരു ജനറൽ ബോഡിയാണ്, ഇതിന്റെ കാര്യങ്ങൾ അന്തിമമായി തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ദാർഢ്യത്തോടു കൂടിയാണ് ആ സംവിധാനം കൊണ്ടു നടന്ന ആളുകൾ ശ്രമിച്ചത് എന്ന് നമ്മൾ കണ്ടു. തീർന്നില്ല. അവിടെ ആശയപരമായ ആദർശവിരുദ്ധ പ്രചാരണം നടത്തിയതിന്റെ പേരിൽ അത് കൃത്യമായിട്ട് ഉസ്താദുമാർ തിരിച്ചറിയപ്പെട്ടപ്പോ അതിന് നേതൃത്വം കൊടുക്കുന്നയാളെ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പുറത്താക്കിയെന്ന് മാത്രമല്ല, ഇനി മുതൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയിട്ടുള്ള ഒരു സംവിധാനവുമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബന്ധമില്ല എന്ന് ഏകദേശം 1.5 വർഷം മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ യോഗം പരസ്യമായി പ്രഖ്യാപിച്ചു. നിങ്ങൾ ആലോചിക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മൂക്കിൽ വലിച്ചു കൊണ്ടുപോകാൻ പോകുന്നതല്ല ഈ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമസ്തയുടെ തീരുമാനത്തെ പരിഹസിച്ചവരുണ്ടായിരുന്നു. സമസ്തയെ അങ്ങനെ തീരുമാനമെടുത്തപ്പോ നമ്മുടെ ആദരണീയരായ ഉസ്താദുമാരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറി വിളിച്ചവരുണ്ടായിരുന്നു. ആദരണീയരായ ഉസ്താദുമാരെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും അതിന്റെ മുഷാവറയെയും ഒക്കെ പൊതുനിരത്തിൽ തെറി പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 100 കൊല്ലക്കാലത്തിനിടയിൽ മതപരമായ കാര്യത്തിൽ ഈ സമുദായത്തോട് എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം അക്ഷരം പ്രതി അനുസരിച്ചതാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യം. വാഫി സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാഴ്ച മുമ്പ് എറണാകുളത്ത് നടന്ന പരിപാടിയിൽ അവരുടെ ഉത്തരവാദപ്പെട്ട ഒരാൾ പ്രസംഗിച്ചു. ആ പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ കാണാൻ കഴിയും. അവര് പറഞ്ഞു, വാഫി സംവിധാനം പടർന്നു പന്തലിച്ച് അതിന്റെ പൂർണ്ണ സ്ഥിതിയിലെത്തിയപ്പോ ഇതിന്റെ കീഴിൽ 150-ലധികം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളാരും പറഞ്ഞതല്ല. അവരുടെ ഉത്തരവാദപ്പെട്ട വ്യക്തി ഉത്തരവാദപ്പെട്ട വേദിയിൽ
ആദ്യമായിട്ട് പ്രസംഗിച്ചതാണ്. ആ സംവിധാനം അതിന്റെ പൂർണ്ണസ്ഥിതിയിലെത്തിയപ്പോ 150-ലധികം വരുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ കീഴിൽ 54 സ്ഥാപനങ്ങൾ മാത്രമാണുള്ളത് എന്ന് അവര് പറഞ്ഞതാണ്. എവിടെ പോയി 100 സ്ഥാപനങ്ങൾ? എവിടെ പോയി 100 സ്ഥാപനങ്ങൾ? ഈ 100 സ്ഥാപനങ്ങൾ പോയത് സമസ്ത കേരള ജംഇയ്യത്തുലമ സംവിധാനവുമായി ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമല്ല, നേരെ മറിച്ച് സമസ്ത ഒരു സൂചന കൊടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുലമ ഒരു സൂചന കൊടുത്തു. ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സംവിധാനവുമായിട്ട്, അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ള സംവിധാനവുമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുലമ സഹകരിക്കില്ല എന്ന ഒരു സൂചന കൊടുത്തപ്പോഴേക്ക് ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ ഈ സൂചന കേട്ടുകൊണ്ട് 100ഓളം സ്ഥാപനങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങിയെങ്കിൽ അതാണ് കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുലമക്കുള്ള അംഗീകാരവും സ്വീകാര്യതയുമെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്ന കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുലമ അന്ധമായ വിദ്വേഷം കൊണ്ടല്ല, സമസ്ത കേരള ജംഇയ്യത്തുലമ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടല്ല. സമസ്ത കേരള ജംഇയ്യത്തുലമ അതിന്റെ മേൽവിലാസത്തിൽ പടുത്തുയർപ്പെട്ട ഒരു സംവിധാനം, ആ സംവിധാനത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ ഇങ്ങനെ ഇകഴ്ത്താനും മോശമായി ചിത്രീകരിക്കാനും ഒക്കെ ശ്രമം നടത്തിയപ്പോഴും ഒരിക്കലും സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പണ്ഡിതന്മാർ, അതിന്റെ നേതാക്കന്മാർ ആ ഭാഷയിൽ തിരിച്ചു സംസാരിച്ചില്ല. നേരെ മറിച്ച് ഭൂമിയോളം ക്ഷമിച്ചുകൊണ്ട് നിരന്തരമായ ചർച്ചയിലൂടെ ധിക്കാരത്തിന്റെയും ദാർഢ്യത്തിന്റെയും പ്രതികരണങ്ങൾ വന്നപ്പോഴും ഈ സംവിധാനം എങ്ങനെയെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ തണലിൽ നിന്നുകൊണ്ട് ഈ സമുദായത്തിന് ഗുണകരമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിരന്തരമായ താല്പര്യത്തോടുകൂടി സതുദ്ദേശപൂർവ്വം നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തി. പക്ഷേ ആ പരിശ്രമങ്ങൾക്കെല്ലാം ഒടുവിൽ ദാർഢ്യത്തോടുകൂടി ധിക്കാരത്തോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുലമയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ആ വിഭാഗം അതിനോട് സമീപിച്ചത്. അവസാനം സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മുഷാവറ യോഗം അന്തിമമായി തീരുമാനം പ്രഖ്യാപിച്ചു. സമസ്ത മുന്നോട്ട് വെച്ച, മധ്യസ്ഥന്മാർ മുന്നോട്ട് വെച്ച ഈ വിഷയം പരിഹരിക്കണമെന്ന് സതുദ്ദേശപൂർവ്വം ഇടപെട്ട മുഴുവൻ ആളുകളും അവിടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു. അവർ പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും ഇവർ ലംഘിച്ചിരിക്കുന്നു. ആ തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ട് ദാർഢ്യത്തോടു കൂടിയാണ് ഈ വിഭാഗം മുന്നോട്ട് പോകുന്നത് എന്ന് പരസ്യമായി സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മുഷാവറ യോഗം ചേർന്നുകൊണ്ട് ഈ സമുദായത്തോട് പ്രഖ്യാപിക്കേണ്ടി വന്നു. അത് പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന മഹാൻ വന്നിട്ട് മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുലമ ശുദ്ധീകരിക്കണം, സമസ്തയുടെ ഡ്രൈവർമാർ മാറണം, സമസ്ത ഒരു യാഥാസ്ഥിക സംഘടനയാണ് എന്ന് പറഞ്ഞ് ഇക്കാലം അത്രയും സമസ്തയും സുന്നി പണ്ഡിതന്മാരെയും മുജാഹിദ് ജമാഅത്ത് ബിദഈ പ്രസ്ഥാനങ്ങൾ വിശേഷിപ്പിച്ചിരുന്ന അതേ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സമസ്തക്കെതിരെ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തുന്ന കാഴ്ച കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി സമസ്ത കേരള ജംഇയ്യത്തുലമ ഇദ്ദേഹത്തെ കുറിച്ച് ദീർഘദൃഷ്ടിയോടുകൂടി കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ കാര്യം എല്ലാവർക്കും ബോധ്യമായി. ഇപ്പോൾ എത്തി നിൽക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുലമ ആദരണീയരായ പാണക്കാട് സാദാത്തുക്കൾ, മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ നിരന്തരമായ ചർച്ച നടത്തി, അത് മധ്യസ്ഥ ശ്രമം നടത്തി, എല്ലാം ശാശ്വതമായി പരിഹരിക്കാനുള്ള പാക്കേജ് തയ്യാറാക്കി. പക്ഷേ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ നിരന്തരമായ കുതന്ത്രങ്ങളിലൂടെ ദാർഢ്യത്തോടുകൂടി ധിക്കാരപരമായ സമീപനം നടത്തിയിട്ട് അവർ സ്വതന്ത്രമായി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആര് സ്വതന്ത്ര വിദ്യാഭ്യാസ ഏജൻസികൾ നടത്തിയാലും നമുക്ക് കുഴപ്പമില്ല. ഇന്ത്യ രാജ്യമാണ്. ഈ രാജ്യത്തെ ഏത് പൗരന്മാർക്കും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാം, നടത്താം. അതൊക്കെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ആർക്കും എന്ത് സംവിധാനങ്ങളും ചെയ്യാം. പക്ഷേ ഒരു കാര്യം കൃത്യമായി വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയുന്നു, ആദരണീയരായ ഉസ്താദുമാരെ സാക്ഷി നിർത്തിയിട്ട് പറയുന്നു, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പേര് പറഞ്ഞുകൊണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തുകൊണ്ട് എവിടെയെങ്കിലും സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വഖഫ് ഭൂമി കയ്യിൽ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് ഏതെങ്കിലും നിലയിൽ അവകാശപ്പെട്ടതാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും തിരിച്ചു പിടിക്കാനുള്ള നിരന്തരമായ പോരാട്ടങ്ങൾക്ക് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ട് വരുമെന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി സൂചിപ്പിക്കുകയാണ്. കാളികാവിൽ സംസാരിക്കുന്നത് കൊണ്ട് ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം. ബഹുമാന്യനായ അടക്കാക്കുണ്ട് ബാപ്പു ഹാജി ഞാൻ ഇവിടെ പരിചയപ്പെടുത്തേണ്ടതില്ല. ആയിരക്കണക്കിന് ആളുകൾക്ക് അവലംബമായിരുന്ന, അത്താണിയായിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് എല്ലാ അർത്ഥത്തിലും ഒരു മാർഗദർശിയായിരുന്ന ഒരു സാധു മനുഷ്യൻ, നിഷ്കളങ്കനായ മനുഷ്യൻ. അദ്ദേഹമാണ് ഇവിടെയുള്ള ഈ കാളികാവിലെ വാഫി ക്യാമ്പസിന് ആവശ്യമായിട്ടുള്ള ഭൂമി കൈമാറിയതും. ഇന്ന് സ്വതന്ത്രമായി ഇത് ഞങ്ങളുടെ എന്റിറ്റിയാണ്,
ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഞങ്ങളുടെ സൊസൈറ്റിയാണ്, ഞങ്ങളുടെ ജനബോഡിയാണ്. ഇവിടെ സമസ്തക്ക് റോളില്ലെന്ന് പറയുന്ന ആളുകൾ ആ വഖഫാധാരം ഒന്ന് വായിക്കണം. ആ വഖഫാധാരം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിക്കാൻ പോവാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് എഴുതി കൊടുത്ത, സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് ഉടമസ്ഥാവകാശമുള്ള, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ വാക്കിഫ് തന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്ഥാപനമാണെങ്കിലും അത് തിരിച്ചു പിടിച്ചുകൊണ്ട് സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ആ വാക്കിഫിന്റെ നിയത്തനുസരിച്ചുകൊണ്ട് ആ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്കുണ്ട് എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.